കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം. ത്വൈതര സഭയ്ക്കുള്ള ദൂതാണ് നാം ശ്രദ്ധിക്കുവാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18 തൊട്ടുള്ള വാക്യമാണ്. ഒരാവർത്തി നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ച് നമുക്ക് ആ ഭാഗത്തെ ധ്യാനിക്കാം. ത്വൈതരയിലെ സഭയുടെ ദൂതൻ എഴുതുക: അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രനെ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറിയെന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചകിയെന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്പാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചുകളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പോട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും ത്വൈതേരിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചോൾവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോവും. ഞാൻ അവൻ ഉദയ നക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ത്വൈതര കാലയളവ് സഭാചരിത്രത്തിൽ നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു. നാം സഭയ്ക്ക് കർത്താവ് നൽകിയ ദൂതുകളെ പ്രവചനത്തിന്റെ ആംഗിളിൽ കർത്താവ് നൽകപ്പെട്ട മുമ്പ് കൂട്ടി പറഞ്ഞ സഭാചരിത്രത്തെ പ്രൊഫറ്റിക്കൽ ആംഗിളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 ദൂതുകളെ കുറിച്ച് ശ്രദ്ധിച്ചപ്പോഴും സഭയുടെ ആരംഭം തൊട്ട് അവർക്ക് വന്ന പരാജയങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി തരുവാനായിട്ട് കർത്താവിന് പ്രസാദം തോന്നി. മാത്രമല്ല, ഈ നമ്മെ സംബന്ധിച്ച് പുറകോട്ട് തിരിഞ്ഞു നോക്കി ഈ വിഷയങ്ങൾ പഠിക്കുമ്പോൾ വളരെയധികം ബുദ്ധിയുപദേശവും നമ്മെ വളരെയധികം പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന വേദഭാഗങ്ങളായി ഇത് തീർന്നിട്ടുണ്ട്. ഇപ്പോൾ വായിച്ച വേദഭാഗത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ 7 സഭകളുടെ ദൂതുകളുടെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു സഭ ആണ് ത്വൈതര സഭ. വീണ്ടും നമ്മൾ നോക്കിയാൽ ആദ്യം പഠിച്ച 3 സഭ, എഫെസോസ്, സ്മുർന്ന, പെർഗമോസ് എന്ന് പറയുന്ന 3 സഭകൾ നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തിയാൽ സഭാകാലയളവിന്റെ അന്ത്യം വരെ പ്രവചനാത്മാവിൽ നിലനിൽക്കുന്നു എന്ന് പറയുവാൻ നിവൃത്തിയില്ല. എന്നാൽ അവസാനം നമ്മൾ വായിക്കുന്ന ത്വൈതര, സർദീസ്, ഫിലാദൽഫിയ, ലവോദിക്കിയ, ഈ 4 സഭകളെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ തന്നെ ഇത് കർത്താവിന്റെ മടങ്ങിവരവ് വരെ നിലനിൽക്കും എന്ന സൂചനയുണ്ട്. ആദ്യത്തെ 3 സഭയോടുള്ള ദൂതുകള് ചരിത്രത്തിൽ അത് അവിടെ തന്നെ അവസാനിക്കുന്നുവെങ്കിലും വ്യക്തിപരമായി സഭയോടുള്ള ബന്ധത്തിലൊക്കെ അത് ഇന്ന് പ്രാബല്യമായിരിക്കുന്നെങ്കിലും പ്രൊഫറ്റിക്കൽ ആംഗിളിൽ വാസ്തവത്തിൽ ആദ്യത്തെ 3 ദൂതുകൾ അതിൽ തന്നെ അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ലേ. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവസാനത്തെ 4 ദൂതിലും യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവിടെ പരാമർശമുള്ളത്. അതുകൊണ്ട് കർത്താവിന്റെ വരവ് വരെ അതുണ്ടെന്നുള്ളത് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. 2:22 വരുവാനിരിക്കുന്ന വലിയ കഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ, ഞാൻ അവളെ വലിയ കഷ്ടതയിലാക്കിക്കളയുമെന്ന് പറയുമ്പോൾ, യേശുക്രിസ്തു വന്ന് ഈ ലോകം ഒരു കഷ്ടതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കാലയളവിലും ഈ സഭാകാലയളവിലുള്ളവർ ഉണ്ടായിരിക്കുമെന്ന് അവിടെ സൂചന നൽകുന്നു. 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലെ അടുത്ത സഭ സർദീസ് കാലയളവിനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴിക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ രഹസ്യവരവിനെ കുറിച്ച് അത് പറയുന്നു. 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഫിലദൽഫിയ സഭയോട് പറയുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുന്ന പരീക്ഷകാലത്ത് ഞാൻ നിന്നെ കാക്കും. ആഗോളമായി വരുന്ന അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള സൂചനയാണ്. അപ്പോൾ അന്ന് വരെ ഈ സഭാകാലം ഉണ്ടായിരിക്കുമെന്ന് സൂചന നൽകപ്പെടുന്നു. 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില് ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. കർത്താവ് തന്റെ ജനത്തെ ഉയരത്തിലേക്ക് എടുക്കുമ്പോൾ നിന്നെ ഞാൻ തുപ്പിക്കളയും, കൈവിട്ടുകളയുമെന്ന് ലവോദിക്ക സഭയോടും പറയുന്നു. എന്നാൽ ഈ വിധത്തിലുള്ള പരാമർശം ആദ്യത്തെ 3 സഭകളിലുള്ള ദൂതുകളിൽ നമ്മൾ കാണുന്നില്ല. മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ ആദ്യത്തെ 3 സഭയിൽ
പരിഹരിക്കപ്പെടാഞ്ഞ പരാജയങ്ങൾ നാലാമത്തെ സഭ നമ്മളിപ്പോൾ വായിച്ച ത്വൈതര കാലയളവിൽ പൂർത്തീകരണത്തിലേക്ക് വരികയാണ്. ആദ്യത്തെ 3 സഭയ്ക്ക് കർത്താവ് കൊടുത്ത ദൂതിൽ കൂടെ അവർ തങ്ങളെ തന്നെ തിരുത്തിയിരുന്നെങ്കിൽ ഈ നാലാമത്തെ സ്ഥിതി ത്വൈതര കാലയളവ് ആവിർഭവിക്കുകയില്ലായിരുന്നു. എന്നാൽ അവരത് പരാജയങ്ങളെ പരിഹരിക്കാതെ വന്നപ്പോൾ ആ പരാജയങ്ങളുടെ പൂർത്തീകരണമാണ് ത്വൈതേരയിൽ നമ്മൾ കാണുന്നത്. ത്വൈതേരയിൽ നിന്നാണ് ഇനിയുമുള്ള 3 സഭകൾ സർദീസും ഫിലാദൽഫിയ ലവോദിക്കയും കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ശ്രദ്ധേയമായി നിൽക്കുന്നു. സഭാചരിത്രത്തിൽ അതിശ്രദ്ധേയമായ ഒരു കാലയളവാണ് ത്വൈതര കാലയളവ്. ആദ്യത്തെ 3 സഭയുടെ പരാജയം ഈ ത്വൈതര കാലയളവ് ഉടലെടുക്കുവാൻ ഇടയാക്കുന്നു. എന്നാൽ ത്വൈതരയിൽ നിന്നാണ് പിന്നീട് വായിക്കുന്ന സർദീസും ഫിലാദൽഫിയ ലവോദിക്കയും 3 സഭാകാലയളവും ഉടലെടുക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഈ മധ്യത്തിൽ നിൽക്കുന്ന ഈ സഭ കാലയളവ് പ്രവചനപരമായിട്ട് വളരെ പ്രാധാന്യതയുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ആ പ്രൊഫറ്റിക്കൽ ആംഗിളിലാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത് മനസ്സിലാക്കുവാൻ ഉതകുന്ന വിധത്തിൽ നമുക്ക് ആ വിഷയങ്ങളിലേക്കൊന്ന് കടന്നു പോകാം. നമ്മൾ ഓരോ സഭയുടെ പേര് പറയുമ്പോഴും അതിന് ഒരു പഠനമുണ്ടെന്നുള്ളത് കാണുകയുണ്ടായി. എഫെസോസ് എഫീമി എന്ന ധാതുവിൽ നിന്ന് വന്നു. അയഞ്ഞു പോകുന്ന റിലാക്സേഷൻ എന്നുള്ള വാക്കാണ്. സ്മുർന്ന സഭ പീഡിപ്പിക്കപ്പെട്ട 200 വർഷം റോമ ചക്രവർത്തിമാർ പീഡിപ്പിക്കപ്പെട്ട സഭ. മൂര് അല്ലെങ്കിൽ കയ്പെന്നുള്ള ആശയമാണ്. മൂന്നാമത് വന്ന പെർഗമോസ് എലിവേഷൻ ആൻഡ് മാരേജ്, വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഉയർത്തപ്പെട്ട സഭയെന്നാണ് പെർഗമോസ് എന്ന വാക്കിന്റെ അർത്ഥം. ത്വൈതര എന്ന വാക്ക് 2 പദത്തിൽ നിന്ന് വന്നിരിക്കുന്നു. തുവോ ഔർ അറ്റീരിയോ. തുവോ അറ്റീരിയോ. തുവോ എന്ന പദം ടു സാക്രിഫൈസ് എന്നും അറ്റീരിയോ എന്ന വാക്ക് നോട്ട് ടു ബിക്കം വേറി, ക്ഷീണിച്ചു പോകാത്തവൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ തുവോ എന്ന് പറഞ്ഞാൽ യാഗമെന്നും അറ്റീരിയോ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു പോകാത്തവൾ എന്ന് പറഞ്ഞാൽ യാഗം കൊണ്ട് ക്ഷീണിച്ചു പോകാത്തവൾ എന്ന ആശയം. അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം തുടർമാനമായ യാഗം, യാഗങ്ങൾ അർപ്പിച്ചിട്ട് ക്ഷീണിക്കാത്തവൾ, കണ്ടിന്യൂവൽ സാക്രിഫൈസ്. ന്യൂബറി മുതലായ വേദപണ്ഡിതന്മാർ ആ ഭാഷാ പഠനം നടത്തി അതിന്റെ ആശയം ഒരുപോലെ തന്നെ മിക്ക ദൈവദാസന്മാരും അത് സമ്മതിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ത്വൈതര, കണ്ടിന്യൂവൽ സാക്രിഫൈസ്. എന്തുകൊണ്ടാണ് ആ വാക്ക് വന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും അത് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ത്വൈതര കാലയളവാണ് സഭാചരിത്രത്തിൽ അന്ധകാരയുഗം, ഡാർക്ക് ഏജ് എന്ന് ഹിസ്റ്ററിയിൽ പോലും രേഖപ്പെടുത്തിയിരിക്കുന്ന കാലയളവാണ്. ഏകദേശം 1000 വർഷക്കാലം, ഏകദേശം 590 തൊട്ട് 1517 വരെയുള്ള കാലഘട്ടം സഭാചരിത്രത്തിൽ അന്ധകാരയുഗം, ഡാർക്ക് ഏജ് എന്നറിയപ്പെട്ട കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തിയാൽ ലോകത്തിലാകമാനമായി വളരെ ഉയർത്തപ്പെട്ട കാത്തലിക് ചർച്ചിന്റെ ഉപദേശങ്ങളും മറ്റും നമ്മൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമായി പ്രതിഫലിപ്പിക്കപ്പെട്ട് കാണപ്പെടുന്നു. അടുത്ത സഭയിൽ വരുമ്പോഴാണ് പ്രോട്ടസ്റ്റന്റ് സഭകളുടെ ആവിർഭാവവും അതിൽ നിന്ന് വന്നിരിക്കുന്ന പരാജയങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ത്വൈതര എന്ന വാക്ക് കണ്ടിന്യൂവൽ സാക്രിഫൈസ്, തുടർമാനമായ യാഗമെന്ന് പറയുമ്പോൾ ഇന്നും കത്തോലിക്ക സഭ വിശ്വസിക്കുന്ന വിശ്വാസം ആ കാലയളവിൽ സഭയിൽ കടന്നു വന്ന പോലെ അവരുടെ മാസ് അല്ലെങ്കിൽ ബലി, അവരുടെ പുരോഹിതന്മാർ അൾത്താരയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നമ്മൾ കർത്തൃമേശയിൽ വളരെ ലളിതമായ യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തെ, അവന്റെ ശരീരത്തെയും അവന്റെ രക്തത്തെയും ഓർപ്പിക്കുന്ന, നമ്മളത് ലളിതമായി അവന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആചരിക്കുമ്പോൾ ഒരു കത്തോലിക്ക പുരോഹിതൻ അൾത്താരയിൽ നിന്നുകൊണ്ട് അവൻ ചെയ്യുന്ന ശുശ്രൂഷ തുടർമാനമായ യാഗമാണ്, കണ്ടിന്യൂവൽ സാക്രിഫൈസാണ്. യേശുക്രിസ്തു കഴിച്ച യാഗത്തിന്റെ തുടർമാനമായിട്ടുള്ളത് അവരുടെ പുരോഹിതന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. കത്തോലിക്കയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുന്ന അനേക ദൈവജനം ഇവിടെ ഇരിപ്പുണ്ട്. അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. മാസെന്നും ബലിയെന്നുമാണ് അവരുടെ കർത്തൃമേശയ്ക്ക് അവർ പറയുന്ന പേര്. ആ ബലി എന്നുള്ള വാക്കാണ്, തുടർമാനമായ ബലി എന്ന വാക്കാണ് ത്വൈതര എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ ഇത് ഉപദേശപരമായിട്ട് എത്രയോ അബദ്ധപൂർണമായ, ഏറ്റവും വലിയ അബദ്ധപൂർണമായ ഒരു ഉപദേശമാണെന്നുള്ളത് എബ്രായ ലേഖനത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 10 തൊട്ട് 12 വരെയുള്ള വാക്യത്തിൽ, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 10 തൊട്ട് 12 വരെയുള്ള വാക്യത്തിലെ ആയിഷത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാത്രൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങൾ കൂടെ കൂടെ കഴിച്ചുകൊണ്ടിരുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ച് എന്നേക്കും
ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്. മാത്രമല്ല 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, ആ ഇഷ്ടത്താൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു ഒരിക്കൽ എന്നേക്കുമായി ശരീരയാഗം അർപ്പിച്ചു. ഇനിയും അതിനോട് ചേർത്ത് യാതൊരു യാഗവും ആവശ്യമില്ല. 14-ാം വാക്യത്തിൽ ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഏകയാഗത്താൽ നോക്കുക, ഏകയാഗത്താൽ. എന്നാൽ കത്തോലിക്ക പുരോഹിതന്മാർ കൽപ്പിക്കുന്നത് അവർ തുറന്മാനമായി യേശുക്രിസ്തു കഴിച്ച യാഗത്തിന്റെ തുറന്മാനമായി അൾത്താരയിൽ അവർ മാസ് ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉപദേശപരമായി അത് എത്രയോ പരാജയപ്പെട്ട അല്ലെങ്കിൽ എത്രയോ തെറ്റായ ഒരു ഉപദേശമാണെന്നുള്ളത് വചനത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും ഇവിടേക്ക് കടന്നു വരുമ്പോൾ നോക്കുക, മുമ്പ് അതായത് പെർഗമോസ് മുതലായ കാലയളവിൽ വിതയ്ക്കപ്പെട്ട ആ കള അതിന്റെ യഥാർത്ഥമായ രീതിയിൽ ബലം കാഴ്ച സഭാചരിത്രമാണ് ത്വൈതര സഭാചരിത്രം. നമുക്കൊന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ കർത്താവായ യേശുക്രിസ്തു ഇതോടുള്ള ബന്ധത്തിൽ പറഞ്ഞ, അതായത് ഈ 7 സഭകൾക്ക് ദൂത് നൽകിയ പോലെ തന്നെ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ പറഞ്ഞ 7 ഉപമകൾ ഇതോട് ചേർത്ത് പഠിക്കുവാനും ചിന്തിപ്പാനും കഴിയുന്നതാണ്. ഞാൻ ആദ്യമേ ചിന്തിച്ചിരുന്നു, അതോടുള്ള ബന്ധത്തിൽ ഈ പഠനം എടുത്താൽ എന്തെന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ അതിലേക്ക് പ്രേരണ തോന്നിയില്ല. എങ്കിലും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ത്വൈതര കാലയളവിനോടുള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. കർത്താവ് ഇതോട് ചേർത്ത് ആ കാലയളവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നോക്കുക, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 31 തൊട്ട് 32 വരെയുള്ള വാക്യം. കർത്താവ് പറഞ്ഞ ദൈവരാജ്യത്തിന്റെ 3-ാമത്തെ ഉപമയാണ്. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോളം സദൃശം. അതൊരു മനുഷ്യനെടുത്ത് തന്റെ വയലിൽ ഇട്ടു. അതെല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു. ദ്വൈതര കാലയളവിലെ സഭ വളരെ ശക്തി ആർജിച്ച് വളരെ അധികാരങ്ങളുള്ളവരായി രാജാക്കന്മാരെ വാഴിക്കുകയും രാജീയ കിരീടത്തെ മാറ്റിക്കളയുകയും യുദ്ധങ്ങൾ ആരംഭിക്കുകയും സാമ്രാജ്യങ്ങളെ പോലും മറിച്ചിടുവാൻ അധികാരമുള്ള പോപ്പുമാരും അവരുടെ പൗരോഹിത്യ ശൃംഖലയും ഉയർന്നു വന്നൊരു സഭാകാലയളവിൽ സ്വർഗീയമാരായി ജീവിക്കേണ്ട ദൈവസഭ ഈ ലോകത്തിൽ അധികാരസ്ഥന്മാരായി വലുതായി തീർന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ഈ ഉപമയൊന്ന് ചിന്തിച്ചു നോക്കിയേ. കടുകുമണിയോളം സദൃശ്യമാണ് സ്വർഗരാജ്യം. കടുകുമണി അത് വളർന്നാൽ ഒരു ഷബ്ബാണ്, ഒരു ചെറിയ ചെടിയാണ്. എന്നാൽ ആ ചെടി ഇവിടെ വായിക്കുന്നു, അത് വളർന്ന്, കർത്താവ് പറഞ്ഞ പോലെ അത് വളർന്ന് ഏറ്റവും വലുതായി. ഒരിക്കലും ചെറിയ ആ കടുകുമണി എന്ന് പറയുന്ന ആ ചെറിയ ചെടി, ആ ഷബ്ബ് വളർന്നൊരു വൃക്ഷമാകത്തില്ല. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്ന ആശയം ശ്രദ്ധിക്കുക, അത് വളർന്നൊരു വൃക്ഷമായെന്ന് മാത്രമല്ല, ഇവിടെ കർത്താവ് പറയുന്നു പറവകള്, ആകാശത്തിന്റെ പറവകൾ അതിന്റെ കൊമ്പുകളിൽ കൂടുവെക്കുന്നതായിട്ട് വായിക്കുന്നു. എന്താണ് ഈ പറവകള്? കർത്താവ് പറഞ്ഞ അതേ ഭാഗത്ത് 4-ാം വാക്യം നോക്കാം. 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്നത് തിന്നുകളഞ്ഞു. 19-ാം വാക്യം നോക്കി, അതേ അധ്യായത്തിന്റെ 19-ാം വാക്യം. ഒരുത്തൻ രാജ്യത്തിന് വചനം കേട്ടിട്ട് ഗ്രഹിക്കഴിഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ നിന്ന് വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികിൽ വിതയ്ക്കപ്പെട്ടത്. വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത് പറവകൾ വന്ന് എടുത്തുകൊണ്ടുപോകുന്നു. ആ പറവ ആരാണ്? 19-ാം വാക്യത്തിൽ വായിക്കുന്നു, ഗ്രഹിക്കായികയാൽ ദുഷ്ടൻ വന്ന് എടുത്തുകൊണ്ടുപോകുന്നു. അപ്പോൾ ആ പറവ ദുഷ്ടനാണ്, സാത്താനാണ്, ദൈവരാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തിയാണ്. ആ ദുഷ്ടൻ വന്ന് ആ വിത്തുകളെ എടുത്തുകൊണ്ടു പോകുന്നു. ഇപ്പോൾ എവിടെയാണ് ഈ ദുഷ്ടൻ? കർത്താവ് പറഞ്ഞ ഉപമയിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ചെറിയ സസ്യത്തിൽ ഒരിക്കലും പറവയ്ക്ക് കൂടുവെക്കുവാൻ സാധ്യമല്ല. ഒരു പറവയും ആ കൊച്ചു ചെടിയിൽ പോയി അത് കൂടുവെക്കാറില്ല. എന്നാൽ അത് വളർന്ന് സസ്യമായി വലിയ വൃക്ഷമായി തീർന്നപ്പോൾ അതിന്റെ കൊമ്പുകളിൽ കൂടുവെച്ചതുപോലെ നമ്മളിപ്പോൾ വായിക്കുന്ന ത്വൈതര കാലയളവിൽ സഭ വളർന്ന് ശക്തി പ്രാപിച്ച് വലുതായി ഈ ദുഷ്ടനെ തന്നെ അതിന്റെ ശിഖരങ്ങളിൽ കൂടുവെക്കുവാൻ ഉതകുന്ന വിധത്തിൽ ഒരു സംഘടനാത്മകമായ സംഘമായി ലോകത്തിൽ വലിയ ശക്തിയുള്ള ഒരു പ്രസ്ഥാനമായി സഭ തീർന്ന ചരിത്രമാണ് ഉമ്മയിൽ കൂടെയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് അൺഹോളി അലയൻസ് വിത്ത് സ്റ്റേറ്റ്, അതായത് രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ അവിശുദ്ധിയുള്ള ഒരു ബന്ധത്തിലേക്ക് സഭ ഏർപ്പെട്ടതുകൊണ്ടാണ്. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ്, ചർച്ചിന്റെ ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ്. സഭയ്ക്കൊരു രൂപാന്തരം സംഭവിക്കുന്ന ഒരു കാലയളവാണ്. ഹെവൻലി ഫീച്ചർ, സ്വർഗീയ അവരുടെ സ്വഭാവങ്ങളും അവരുടെ വൈശിഷ്ട്യങ്ങളും അവർ വിട്ടിട്ട്
they became a mighty organization. അവരൊരു ശക്തി കൂടിയ ഒരു സംഘടനയായി മാറുകയാണ്. പോപ്പും അവരുടെ ആളുകളും ലോകത്തിൽ വലിയ ശക്തന്മാരായി മാറിക്കഴിഞ്ഞു. ചരിത്രം പഠിച്ചാൽ അത് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുകയാണ്. പോപ്പുമാർ ഈ കാലയളവിൽ സാമ്രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നവരായി. അവർക്ക് അധികാരങ്ങൾ പ്രാപിച്ചവരായി മാറി. മാത്രമല്ല, രക്ഷയോടുള്ള ബന്ധത്തിൽ ആ കാലയളവിന്റെ പ്രവചനാത്മകമായ രീതിയിൽ ഞാൻ ചില കാര്യങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ഒന്ന്, ആ സഭ വളർന്ന് they became a mighty organization, ശക്തമായ ഒരു സംഘടനയായി മാറി. രാജ്യങ്ങളെ, സാമ്രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സംഘടനയായി സഭ മാറ്റപ്പെട്ടു. സഭ സ്വർഗീയ സ്വഭാവങ്ങൾ ഉപേക്ഷിച്ച് ഒരു സാമ്രാജ്യത്തിന്റെ സ്വഭാവമായി അവർ മാറി. വാള് ഉറയിലിടുവാൻ യേശുക്രിസ്തു പറഞ്ഞെങ്കിൽ വാള് കയ്യിൽ അവർ എടുക്കുന്നവരായി. അവര് ഒരു കാലത്ത് പീഡിപ്പിക്കപ്പെട്ട് മരിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം സമൂഹമായിരുന്നെങ്കിൽ അവർ മറ്റുള്ളവരെ പീഡിപ്പിച്ച് കൊല്ലുന്നവരായി മാറി. പെർസിക്യൂട്ടേഴ്സ് പെർസിക്യൂട്ടഡ് became persecutors. ഈ പീഡിപ്പിക്കപ്പെട്ടവരെ പീഡിപ്പിക്കുന്നവരായി മാറി, വളരെ ശക്തന്മാരായി മാറി. രണ്ട്, ക്ലെയിമിംഗ് ദ മോണോപ്പൊളി ഓഫ് സാൽവേഷൻ. രക്ഷയുടെ അധികാരം അവരുടെ പക്കലാണെന്ന് ഈ കാലയളവിൽ അവർ വാദിക്കുവാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ, ഒരുത്തൻ രക്ഷിക്കപ്പെടണമെങ്കിൽ സഭ പറയുന്നത് അനുസരിച്ചെങ്കിലേ രക്ഷ കരസ്ഥമാക്കാൻ സാധിക്കുള്ളൂ. മനുഷ്യന്റെ ഭാവിയെ നിർണയിക്കുന്നത് സഭയാണെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. ദ ഡോക്ട്രിൻ ഓഫ് പർഗേറ്ററി, അതുപോലെ തന്നെ സെയിൽ ഓഫ് ഇൻ്റലിജൻസ്, പാപമോചന ചീട്ട് 1190 സഭയിൽ കടന്നു വന്നു. പാപമോചന ചീട്ട്, അതുപോലെ തന്നെ പർഗേറ്ററി ഉപദേശം 593 കടന്നു വന്നു. ഈ കാലയളവിലാണ് പർഗേറ്ററിയുടെ ഉപദേശം. പാപം ചെയ്തു പോയ ഒരുത്തൻ നരകത്തിനും സ്വർഗത്തിനും മധ്യത്തിൽ അവനെ ശുദ്ധീകരിച്ചിട്ട് അവിടെ നിന്ന് അവനെ സ്വർഗത്തിലേക്ക് കയറ്റുന്ന ഒരു ഉപദേശം സഭ കൊണ്ടുവന്നു. രണ്ട്, സഭ പാപമോചന ചീട്ട് വിൽക്കാൻ തുടങ്ങി. 1190 പാപമോചന ചീട്ട് വിൽക്കുവാൻ തുടങ്ങിയപ്പോൾ സഭയുടെ ഭണ്ഡാരത്തിലേക്ക് വലിയ പണവും കുമിഞ്ഞുകൂടുവാൻ തുടങ്ങി. പണം വളരെയധികമായി, അധികാരങ്ങളും അവരുടെ കയ്യിൽ കിട്ടുവാൻ തുടങ്ങി. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കാലഘട്ടത്തിന്റെ ചരിത്രം പറയുന്നത് ലോകത്തിലുള്ള ഏത് പ്രിൻസിനെക്കാട്ടിലും ആഡംബര ജീവിതം നയിക്കുന്നവരായി സഭയുടെ ബിഷപ്പുമാരും പോപ്പുമാരും, ലോകത്തിലുള്ള രാജകീയ പ്രൗഢിയിൽ ജീവിക്കുന്ന ഏതൊരു ലോക പ്രിൻസിനെക്കാട്ടിലും പ്രൗഢിയുള്ളവരും അധികാരമുള്ളവരുമായി മാറി റോമൻ സഭയുടെ അധികാര ഉന്നത തലത്തിലിരിക്കുന്ന ബിഷപ്പുമാരും പോപ്പുമാരും. ഇത് മൂന്നാമത്തെ സ്വഭാവമാണ്. നോക്കുക, നാലാമത്തെ ഉപമ നമുക്കൊന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 13:33. എത്ര അർത്ഥവത്തായിട്ടാണ് അതിവിടെ വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം നോക്കി. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം. ഈ ഉപമ നാലാമത് പറയുന്ന ദൂതനോട് ചേർത്ത് ചിന്തിക്കും. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞത്, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 മുറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഇതൊക്കെയും യേശു പുരുഷാരത്ത് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരൊന്നും പറഞ്ഞില്ല. ഒരു സ്ത്രീ 3 മുറ മാവിനകത്ത് പുളിപ്പ് ചേർക്കുന്ന, അത് മുഴുവൻ പുളിച്ചു വരുന്നത്, അതായത് പുളിപ്പ് അകത്തോട്ട് കടന്ന് ഉപദേശപരമായിട്ട് മുഴുവൻ പുളിപ്പിച്ച് നശിപ്പിക്കുന്ന ഒരു പ്രവണത, ഇത് വാസ്തവത്തിൽ സഭയിൽ സംഭവിച്ചു കഴിഞ്ഞു. നമ്മൾ നോക്കിയേ, സഭയെന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വെളിച്ചമാണ്. നമ്മൾ 1-ാം അധ്യായത്തിൽ ചിന്തിക്കുകയുണ്ടായി. നിലവിളക്കുകളാണ്, തങ്ക നിലവിളക്കുകളാണ്, ലോകത്തിൽ വെളിച്ചം പരത്തുവാൻ ആക്കിയവരാണ്. ഈ വെളിച്ചം പരത്തിയവരെ ചരിത്രം പറയുന്നത് അന്ധകാര യുഗം പരത്തിയെന്നാണ്. ഈ നിലവിളക്കുകൾ ലോകത്തിൽ അന്ധകാര യുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തെ ആവിർഭവിപ്പിക്കുവാൻ സഭയാണ് അതിനിടയാക്കി തീർത്തത്. സുവിശേഷ വെളിച്ചം അവർ കെടുത്തിക്കളഞ്ഞു. സുവിശേഷത്തിന്റെ വെളിച്ചം കെടുത്തിയിട്ട് ലോകത്തിലൊരു അന്ധകാരയുഗം കടന്നു വരുവാനിടയായി. എന്തുകൊണ്ടാണ് അന്ധകാരയുഗം കടന്നു വന്നത്? ഈ വചനം വായിക്കുവാൻ അവർ അനുവദിച്ചില്ല. സാമാന്യ ജനത്തിന് ദൈവവചനം വായിക്കുവാൻ അനുവദിച്ചില്ല. ദൈവവചനം വായിച്ചാൽ കൊന്നുകളയുമായിരുന്നു. ഇന്ന് കത്തോലിക്ക സഭ വേദപുസ്തകം എടുത്തുകൊണ്ട് അവരുടെ കരിസ്മറ്റിക് മൂവ്മെന്റ് നടത്തുമ്പോൾ ഒരു കാര്യം മറക്കരുത്, വേദപുസ്തകം വായിച്ചവരെയും ഭാഷാന്തരം ചെയ്തവരെയും പ്രിന്റ് ചെയ്തവരെയും കൊന്ന സമൂഹമാണ് അവർ. ഇന്ന് വേദപുസ്തകം വായിക്കുവാൻ അവർ തുടങ്ങിയത് അത് ദൈവത്തിന്റെ നാമമഹത്വത്തിനായി തീരട്ടെ. എന്നാൽ ഈ കാലയളവിന്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ അന്ധകാരയുഗം സൃഷ്ടിച്ചത് വചനമില്ലാത്ത ഒരു കാലയളവ് അവർ സൃഷ്ടിച്ചു. 119-ാം സങ്കീർത്തനത്തിന്റെ 130-ാം വാക്യം വളരെ അന്ധകാരയുഗം വാസ്തവത്തിൽ കടന്നു വന്നതിന്റെ കാരണം അവിടെ വായിക്കുന്നു. 119-ാം സങ്കീർത്തനം
119 130 വാക്യം. നിന്റെ വചനങ്ങളുടെ വികാസനം, ദ എൻട്രൻസ് ഓഫ് ദൈ വേർഡ് ഗിവത്ത് ലൈറ്റ്. ആ വാക്ക് ഇംഗ്ലീഷിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. ദ എൻട്രൻസ് ഓഫ് ദൈ വേർഡ് ഗിവത്ത് ലൈറ്റ്. നിന്റെ വചനത്തിന്റെ എൻട്രൻസ്, അത് പ്രകാശം തരുന്നു, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. എന്നാൽ ഈ വചനം വായിക്കാതെയും പഠിക്കാതെ ഇരുന്നാലോ, യേശുക്രിസ്തു പറഞ്ഞ പോലെ നിങ്ങൾ ഈ വചനം അറിയും, ആ വചനം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇവിടെ സഭ വാസ്തവത്തിൽ ചെയ്തത് ആ വചനത്തെ ജനത്തിന് മനസ്സിലാക്കുവാൻ അനുവദിച്ചില്ല. അതിന്റെ കാരണം നമുക്ക് എന്തുകൊണ്ടാണെന്നുള്ളത് ചിന്തിച്ചു നോക്കാം. പ്രൊഫറ്റിക്കലി തന്നെ നമുക്ക് ഈ കാലയളവിനെ ശ്രദ്ധിച്ചു നോക്കാം. ഈ കാലയളവിലാണ് മറ്റൊരു സംഭവം നടന്നത്. AD 606 റോമിൽ തെരഞ്ഞെടുക്കപ്പെട്ട ബിഷപ്പ് ബൊനിഫേസ് മൂന്നാമൻ എന്നറിയപ്പെടുന്ന ബൊനിഫേസ് മൂന്നാമൻ യൂണിവേഴ്സൽ ബിഷപ്പായി, അതായത് ലോകത്തിൽ ആഗോളമായി അതിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ബിഷപ്പായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ബോണിഫേസ് മൂന്നാമൻ അദ്ദേഹത്തെ AD 606 യൂണിവേഴ്സൽ ബിഷപ്പായിട്ട് തെരഞ്ഞെടുത്തപ്പോൾ ഹി ബിക്കെയിം ദ സുപ്രീം ഇൻ ദ ചർച്ച്. സഭയുടെ ഏറ്റവും സുപ്രീമായിട്ട് അദ്ദേഹത്തെ തീർത്തു. സഭയുടെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തെ തീർത്തു. എന്നാൽ ഇതിന്റെ വിത്തുകളൊക്കെ നേരത്തെ പാകിയിരുന്നു. പെർഗമോസിന്റെ കാലയളവിലൊക്കെ അത് പാകിയിരുന്നു. ആ വിത്തുകളൊക്കെ വളർന്ന സസ്യങ്ങളായി മാറി. ആ പൊളിപ്പിച്ച് ഈ ഉപദേശങ്ങളെല്ലാം കടന്നു വന്ന ഒരു ദിവസങ്ങൾ ഈ പെർഗമോസിന്റെ കാലയളവായിരുന്നു. ഇവിടെ നമ്മൾ വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയാൽ പടിപടിയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്പിരിച്വൽ ഡാർക്ക്നെസ്സിലേക്ക് സഭ കടന്നു പോവുകയായിരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇവിടെ ഇങ്ങനെ പറയാൻ സാധിക്കും, ഡാർക്ക്നെസ് റീൻഡ് വേർ ദർ ഷുഡ് ഹാവ് ബീൻ ലൈറ്റ്. പ്രകാശം നിലനിൽക്കേണ്ട സ്ഥലത്തിൽ അന്ധകാരം വാഴുവാൻ തുടങ്ങി. ഡെത്ത് റൂൾഡ് വേർ ദർ ഷുഡ് ഹാവ് ബീൻ ലൈഫ്. ജീവൻ നിലനിൽക്കേണ്ട സ്ഥലത്ത് മരണം വാഴുവാൻ തുടങ്ങി. 3, ബോണ്ടേജ്, അതായത് മോർ ടെറബിൾ ദാൻ പാഗനിസം എൻസ്ലേവ്മെന്റ് where liberty should have been. സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ട സ്ഥലത്ത് ജാതികൾ കൊടുക്കുന്ന ആ ബന്ധനത്തെക്കാട്ടിൽ അധികം ബന്ധനം സഭ വാസ്തവത്തിൽ അവിടെ വരുത്തുവാൻ സാധിച്ചു. അതുകൊണ്ടാണ് കർത്താവ് ഈ സഭയോട് പറയുമ്പോൾ സാത്താന്റെ ആഴങ്ങൾ അറിയാത്ത ശേഷം പേരെന്ന് അവിടെ പറയുന്നു. 24 വാക്യത്തിൽ നോക്കിയേ, എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ഡീപ് തിങ്സ് ഓഫ് സേറ്റൻ, സാത്താന്റെ ആഴമേറിയ കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ട പരത്തപ്പെട്ട ഒരു നാളുകളായിരുന്നു ഇതെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കൊരിന്ത്യർ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 2-ാം അധ്യായമാണെന്ന് തോന്നല്ലേ, ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമ്പോൾ ഇവിടെ നോക്കുക, സാത്താന്റെ ആഴങ്ങളാണ് ഈ സഭയിൽ പ്രചരിച്ചിരിക്കുന്നത്. എന്താണ് ഈ കഥാവ് സാത്താന്റെ ആഴങ്ങൾ എന്ന് പറഞ്ഞ ആ കാര്യങ്ങളിലൂടെ നമുക്ക് നോക്കാം. ഒരു 3 കൂട്ടം കാര്യങ്ങൾ പ്രധാനമായി നമുക്ക് ആ കാലയളവിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രീ എമിനൻസ് ഓഫ് ദ ചർച്ച് ഓഫ് റോം. റോമൻ സഭയ്ക്ക് സംഭവിച്ച പ്രീ എമിനൻസ്, അതായത് ഔന്നത്യമായ ഒരു പദവി. അതിന്റെ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. ഈ കാലയളവിലെ ചരിത്രം വരിച്ചാൽ കുസ്തന്തിനോസ് ചക്രവർത്തി ഇതിനു മുമ്പ് തന്റെ സാമ്രാജ്യത്തെ 3 തിരിച്ച് 3 മെട്രോപൊളിറ്റൻ സിറ്റികളിലെ ബിഷപ്പുമാരെ വാഴിക്കുകയുണ്ടായി. അന്ത്യോക്യയിലെ സഭ, അലക്സാണ്ട്രിയയിലെ സഭ, കോൺസ്റ്റന്റിനോപ്പിളിലെ സഭ. അലക്സാണ്ട്രിയയിലും അന്ത്യോക്യയിലും കോൺസ്റ്റന്റിനോപ്പിളും ഈ 3 സ്ഥലത്തും ബിഷപ്പുമാരുണ്ടായിരുന്നു, മെട്രോപൊളിറ്റൻ ബിഷപ്സ്. ആ പട്ടണങ്ങളെ ഭരിക്കുന്ന അല്ലെങ്കിൽ സഭയുടെ ചുമതലയുള്ള മെട്രോപൊളിറ്റൻ ബിഷപ്പുമാരുണ്ടായിരുന്നു. എന്നാൽ ഈ ബിഷപ്പുമാരുടെ മധ്യത്തിൽ ഒരു വടംവലി നടന്നുകൊണ്ടിരുന്നു. ആരാണ് ഇവരിൽ പ്രമുഖനായ വ്യക്തി? അങ്ങനെ ബിഷപ്പ് ഓഫ് റോം, റോമിലെ ബിഷപ്പ് ഇവരുടെ മുകളിൽ അധികാരം കരസ്ഥപ്പെടുത്തിയപ്പോൾ അതിന്റെ 23-ാം വാക്യം നോക്കിയാൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കുന്നു. കർത്താവ് 22-21 വായിക്കാം. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ വലിയ കഷ്ടത്തിലാക്കിക്കളയും, അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. അവളെ മാത്രമല്ല അവളുടെ മക്കളെയും കൊന്നുകളയും. ബിഷപ്പ് ഓഫ് റോം ഈ മെട്രോപൊളിറ്റൻ ബിഷപ്പുമാരുടെ ഉന്നതമായ വ്യക്തിയാണെന്ന് പറയുമ്പോൾ, യൂണിവേഴ്സൽ ബിഷപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥാനം കൈവശപ്പെടുത്തിയപ്പോൾ അവിടെ മറ്റൊരു സംഭവം നടന്നു. കോൺസ്റ്റന്റിനോപ്പിളിന്റെ പ്രാധാന്യത ഉള്ള ബിഷപ്പ് അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ
ചുമതലയുണ്ടായിരുന്ന ബിഷപ്പ് ഇതിനോട് എതിർത്തിട്ട് അദ്ദേഹം പുറത്തു വന്ന് വേറെ ഒരു സംഘമുണ്ടാക്കി. അതിന്റെ പേരാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഓർത്തഡോക്സ് സഭയുടെ ആരംഭം അവിടെയാണ്. അതായത് യൂണിവേഴ്സൽ ബിഷപ്പിനെ, സർവ്വലോകപരമായിട്ട് ബിഷപ്പിനെ റോമിന്റെ ബിഷപ്പായി ഉയർന്നു വന്നപ്പോൾ കോൺസ്റ്റന്റീനോപ്പിളിന്റെ പ്രധാനപ്പെട്ട ബിഷപ്പ് അതിനോട് എതിർത്തിട്ട് താൻ ഇതിന്റെ നിന്ന് പുറത്തു വന്നപ്പോൾ അദ്ദേഹം ഇതിന്റെ കൂട്ടര് പണിതുയർത്തിയ മറ്റൊരു മതസംഹിതയായിരുന്നു ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച്. എന്നാൽ അവരുടെ ഉപദേശങ്ങളെല്ലാം ഇതുപോലെ തന്നെയുള്ള ഉപദേശം. ഒരു വ്യത്യാസം മാത്രം, റോമിന്റെ അധികാരത്തിൽ നിന്ന് അവർ പുറത്തു വന്ന് വേറെ ഈ ബിഷപ്പിന്റെ, കോൺസ്റ്റന്റീനോപ്പിളിലെ ബിഷപ്പിന്റെ കീഴിൽ അവർ വരികയുണ്ടായി. നോക്കുക, ഇവിടെ ദൈവാത്മാവ് പറഞ്ഞത്, കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. നിന്നെയും നിന്റെ മക്കളെയും, അവളെ പോലെ ഇരിക്കുന്ന മക്കളും ജന്മം കൊണ്ട ഒരു കാലയളവാണ്. റോമൻ സഭയെ പോലെ തന്നെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചും പുറത്തു വന്നു. ഈ വിധത്തിൽ കടന്നു വന്നപ്പോൾ യേശുക്രിസ്തുവോട് പറയുകയാണ്, നിന്നെയും നിന്റെ മക്കളെയും ഞാന് കൊന്നുകളയും, അല്ലെങ്കിൽ വലിയ കഷ്ടതയിലാക്കിക്കളയുമെന്ന് കർത്താവോട് പറഞ്ഞത് ശ്രദ്ധേയമായ കാര്യമാണ്. ഈ ഈസ്റ്റേൺ ഓർത്തഡോക്സിൽ നിന്ന് മാറി നിന്ന മറ്റു സഭകളെ കുറിച്ച് ചരിത്രം പറയുന്നത്, റോമിന്റെ അധികാരത്തിൽ അവർ കീഴ്പ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്ക് നിലനിൽപ്പാനായിട്ട് സാധിക്കില്ല. അവർക്ക് സഭയായിട്ടോ വ്യക്തികളായിട്ടോ ഈ റോമൻ അധികാരത്തിന്റെ പുറത്ത് നിലനിൽക്കുന്ന പ്രശ്നമില്ലായിരുന്നു. അവരെ കൊന്നുകളയുക, പുറത്താക്കുക, സഭയ്ക്ക് ഉപദ്രവങ്ങൾ കൊടുക്കുക, ആളുകളെ കൊന്നുകളയുക, ഒരു വിധത്തിലും അവർക്ക് അല്ലാതെ ജീവിപ്പാൻ നിവൃത്തിയില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. റോമിന്റെ പാപ്പമാർക്ക് അത്ര വലിയ അധികാരമായിരുന്നു. സാമ്രാജ്യങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന മധ്യസ്ഥന്മാരായി മാറി. മാത്രമല്ല, രാജാക്കന്മാരെ വാഴിക്കുകയും രാജാക്കന്മാരെ അധികാരത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്ന അധികാരം പോലും ഈ പാപ്പാമാർക്ക് ലഭിക്കുകയുണ്ടായി. മറ്റൊരു വലിയ പ്രത്യേകത, വികാർ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് പകരം ഉള്ളവെന്ന് പോപ്പിന് അധികാര സ്ഥാനം ഏറ്റെടുത്തത് ഈ കാലയളവിലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ക്രിസ്തുവിന് പകരം ഇരിക്കുന്നവൻ, വികാർ ഓഫ് ക്രൈസ്റ്റ്. വികാരി എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള പദമാണ് വികാരി. മലയാളത്തിൽ വികാർ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് പകരമുള്ളവൻ. അതായത് യേശുക്രിസ്തുവിനെ കാണുന്ന പോലെ തന്നെ അതിന് പകരമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ആരാണ്? ഈ പോപ്പ്. യേശുക്രിസ്തുവിന് പകരം അധികാരം പ്രാപിച്ചവനായി, ജനത്തെ നിയന്ത്രിക്കുന്നവനായി അദ്ദേഹം എഴുന്നേറ്റുവന്ന അധികാരത്തിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചരിത്രം വീണ്ടും പഠിച്ചാൽ ഇവർ യുദ്ധങ്ങൾ ആരംഭിച്ചവരാണ്, ക്രൂസേഡുകൾ നയിച്ചവരാണ്, സാമ്രാജ്യങ്ങളെ മറിച്ചിട്ടവരാണ്, ലക്ഷോപലക്ഷം ജനങ്ങളെ കൊന്നൊടുക്കിയ അധികാരസ്ഥന്മാരായിരുന്നു ഈ പോപ്പുമാര്. ഈ സഭാ കാലയളവിൽ സംഭവിച്ച ഭയങ്കരമായ സംഭവങ്ങൾ ചരിത്രത്തിൽ എഴുതപ്പെട്ട് ഇരിക്കുന്നത് സെക്കുലർ ഹിസ്റ്ററിയിൽ, സാധാരണ ചരിത്രത്തിലും ഹിസ്റ്ററി പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും സെക്കുലർ ഹിസ്റ്ററിയിലും ഈ ചരിത്രം പഠിക്കേണ്ടതായിട്ട് വരുമ്പോൾ സഭ എത്രമാത്രം അന്ധകാരത്തിലേക്ക് പോയെന്നുള്ളത് ചിന്തിപ്പാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പ്രത്യേകത, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവർക്ക് പ്രൊനൗൺസ്മെന്റ്സ് ഓഫ് ദ ചർച്ച് ഓഫ് റോം, റോമൻ സഭ അവരുടെ ചില പ്രസ്താവനകളും അധികാരത്തിന്റെ പ്രസ്താവനകളാണ്. അതും ശ്രദ്ധേയമായി പഠിക്കേണ്ട ഒരു വിഷയമായിട്ടിരിക്കുന്നു. 1129 ബൈബിൾ വാസ് ഫോർബിഡൻ ടു ലേമൻ, അതായത് സാമാന്യ ജനങ്ങൾക്ക് വേദപുസ്തകം വായിക്കുന്നത് നിഷേധിച്ചു. 1129 അവർ അവകാശപ്പെട്ടു വേദപുസ്തകം വായിക്കുവാനും അതിനെ വ്യാഖ്യാനിക്കുവാനും അധികാരമുള്ളത് സഭയുടെ പുരോഹിതന്മാർക്ക് മാത്രമാണ്, സാമാന്യ ജനങ്ങൾക്ക് സാധ്യമല്ല. 20-ാം വാക്യം നോക്കിയേ, ആ വെളിപാട് ദിവസം 2:20 വാക്യം. താൻ പ്രവാചകി എന്ന് പറഞ്ഞ് എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനിറപ്പാചരിപ്പാനും വിഗ്രഹാർപ്പണത്തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിക്കുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പ്രമാണം. താൻ പ്രവാചകി എന്ന് പറയുന്ന ഒരവസ്ഥ, എന്നിട്ട് ജനത്തെ തെറ്റിച്ചു കളയുന്നു. സഭ ആ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നു. ഞങ്ങളാണ് വചനം വ്യാഖ്യാനിക്കേണ്ടവർ, ഞങ്ങൾക്കാണ് അതിന് അധികാരമുള്ളത്, സാമാന്യ ജനത്തിനല്ല. അതുകൊണ്ട് 1129 സാമാന്യ ജനത്തിന് വേദപുസ്തകം വായിക്കുന്നത് അവർ ഫോർബിഡൻ ചെയ്തു, അതവര് നിഷേധിച്ചു.
എന്തുകൊണ്ടാണ് ഈ നിഷേധം കൊണ്ടുവന്നതെന്നറിയാമോ? ഈ വിധത്തിലുള്ള റോമൻ പാപ്പാമാരുടെ അധികാരം പിടിച്ചു നിർത്തണമായിരുന്നുവെങ്കിൽ സാമാന്യജനം ബൈബിളിന്റെ സത്യങ്ങൾ അറിയാൻ പാടില്ലായിരുന്നു. സാമാന്യജനം ബൈബിളിന്റെ സത്യങ്ങൾ അറിഞ്ഞാൽ അവർ ആ സത്യത്തെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് സാമാന്യജനം അത് മനസ്സിലാക്കാതിരിപ്പാൻ അവരതിനെ നിരോധിച്ചെന്ന് മാത്രമല്ല, ഏറ്റവും പരമാധികാരമായ വാക്കുകൾ പോപ്പിന്റെ വാക്കുകളായി. വചനത്തിന് പകരം അദ്ദേഹത്തിന്റെ വാക്കുകളെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ആ ആത്യന്തികമായ ആ കാര്യമെന്നുള്ളത് പറയുകയുണ്ടായി. യേശുക്രിസ്തു പറഞ്ഞ 4ാമത്തെ ഉപമ മത്തായി 13:33 ഒരു സ്ത്രീയെ ആ മാവിനകത്ത് പുളിപ്പ് ചേർത്തു, അത് മുഴുവൻ പുളിച്ചു വരുവാനിടയാക്കി തീർത്തു. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ അത് ദാസന്മാരെ തെറ്റിച്ചു കളയുന്നു എന്ന കാര്യം പറയുകയാണ്. ചരിത്രം നമുക്കറിയാം. 1 രാജാക്കന്മാർ 16-ാം അധ്യായം, 18-ാം അധ്യായം, 21-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കും. 1 രാജാക്കന്മാർ 16, 18, 21. ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയെ പഴയ നിയമത്തിൽ നമുക്ക് ധാരാളം വരച്ചു തരുന്നു. ഞാൻ ആ വാക്യങ്ങളെല്ലാം എടുത്ത് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ആ ചെയ്ത സ്ത്രീയെക്കുറിച്ച് അവൾ എന്താ ചെയ്തതെന്നുള്ളത് നമ്മൾ മറക്കുവാൻ പാടില്ല. ഇസബേൽ എന്ന സ്ത്രീ ബലഹീനനായ ആഹാബ് രാജാവിന്റെ ഭാര്യയായിരുന്നു. അവൾ ഫുനീഷ്യക്കാരത്തിയായിരുന്നു. സീദോന്യ രാജാവായ ഇദ്ബാലിന്റെ പുത്രിയായിരുന്നു. അവൾ ആരാധിച്ചത് അസ്തരോത്ത് ദേവിയാണ്, റോമൻ വീനസ് ആയിരുന്നു. ഈ അസ്തരോത്ത് ദേവിയെ ആരാധിച്ചിരുന്ന ഈ ഇസബേൽ ആഹാബ് രാജാവിന്റെ ഭാര്യ, അവൾ ഇസ്രായേലിന്റെ രാജ്ഞി പദവിയിലേക്ക് വന്നപ്പോൾ അവൾ ഒരു പുതിയ മതം അവിടെ കൊണ്ടുവന്നു. അവൾ കൊണ്ടുവന്ന മതത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ദൈവദാസന്മാർ പറയുന്നത് ഒരു പുതിയ മതം കൊണ്ടുവരികയായിരുന്നു. യഹൂദന്റെ മതവും ജാതീയ ആചാരങ്ങളും ഈ ഫിനീഷ്യ മതവും എല്ലാം കൂടെ കൂട്ടിക്കലർത്തി ഒരു പുതിയ മതം കൊണ്ടുവന്ന് 850 പുരോഹിതന്മാരെ ഏലിയാവിന്റെ കാലത്ത് അവർ വെച്ചു പുലർത്തി ദൈവത്തിന്റെ ദാസന്മാരെയും പ്രവാചകന്മാരെയും കൊന്നുകളയുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നിട്ട് ജനത്തെ അവൾ തെറ്റിച്ചു കളഞ്ഞു. ഈ ബലഹീനനായ രാജാവിന് ജനത്തെ നിയന്ത്രിപ്പാനോ അവരെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാനോ സാധിക്കാതെ വണ്ണം ഇവരുടെ ഇൻഫ്ലുവൻസ് അത്ര വലുതായിരുന്നു. എത്ര കൃത്യമായിട്ടാണ് യേശുക്രിസ്തു ഈ കാര്യം എടുത്തു പറയുന്നത്. ഈ സ്ത്രീ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ ദൈവത്തിന്റെ എത്രയോ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. ഏലിയ പ്രവാചകൻ പോലും ഭയന്നിട്ട് ഒളിച്ചൊരു സന്ദർഭമുണ്ടായി. അദ്ദേഹം പോലും ജീവനെ ഭയന്നൊരു കാലഘട്ടം. ആ കാലഘട്ടം ദൈവദാസൻ ശക്തനായ ഏലിയാവ് പോലും ഭയന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ വാണിരുന്ന കാലഘട്ടം. എത്ര സത്യമാണ്! ഈ അന്ധകാരയുഗം പ്രവചനാത്മാവിൽ യേശുക്രിസ്തു വരച്ചു തരുമ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. കത്തോലിസിസം അല്ലെങ്കിൽ കത്തോലിക്ക മതം അന്ന് സർവ്വലോകമായി നിൽക്കുന്ന ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യാനിറ്റി. അത് ക്രിസ്തുവിന്റെ ഉപദേശമല്ലായിരുന്നു. ക്രിസ്തീയ ഉപദേശവും യഹൂദ ഉപദേശവും ജാതീയ ഉപദേശം കൂടെ എടുത്ത് കൂട്ടിക്കലർത്തി ഇസബേൽ ഒരു പുതിയ മതം ഇസ്രായേലിൽ സ്ഥാപിച്ച പോലെ ക്രിസ്തീയ സമൂഹത്തിന് ഒരു പുതിയ മതം ഇസബേൽ കൊണ്ടുവരികയായിരുന്നു. അതുപോലെ ഈ കത്തോലിക്ക സഭയും ഒരു പുതിയ മതം കൊണ്ടുവരികയായിരുന്നു. ഇവിടെ കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, താൻ പ്രവാചകി എന്ന് പറഞ്ഞ് എന്റെ ജനത്തെ തെറ്റിച്ചു കളയുകയാണ്. എന്തെല്ലാം ഉപദേശങ്ങൾ കൊണ്ടുവന്നു. മൂന്നാമത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, പ്രാക്ടീസ് ഓഫ് ദ ചർച്ച് ഓഫ് റോം. റോമൻ സഭയുടെ പ്രാക്ടീസുകൾ, അവരെന്തെല്ലാം തെറ്റുകളാണ് ഉപദേശപരമായിട്ടും ആചാരപരമായിട്ടും കൊണ്ടുവന്നത്. ഈ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളാണ് തങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ ലെവലേശം പോലും ഇല്ലാതെ ജനങ്ങളെ അധികമായി തെറ്റിച്ച് കളഞ്ഞു. എന്നാൽ ഇതിനെക്കുറിച്ച് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്ത ദൈവദാസന്മാർ ക്രിസ്തീയ സമൂഹത്തിലുണ്ട്. ആ റിസർച്ച് ചെയ്ത വിഷയങ്ങളെല്ലാം നമുക്കിവിടെ പറഞ്ഞാൽ ദിവസങ്ങൾ കടന്നു പോകും. നിങ്ങളിൽ പലരും മലയാളത്തിൽ തന്നെ വായിച്ചിട്ടുണ്ട് മഹദിയാം ബാബിലോൺ, മർമ്മ മഹദിയാം ബാബിലോൺ. നമ്മുടെ ഉണ്ണുണ്ണി സാർ പാസ്റ്റർ കെ എബ്രഹാം എഴുതിയ ഒരു പുസ്തകം. എന്നാൽ ലോകപ്രസിദ്ധമായ ഒരു ബുക്കാണ് ടു ബാബിലോൺസ് എന്ന് പറയുന്ന ബിഷപ്പ് ഹിസ്ലൂപ്പിന്റെ ലോകപ്രസിദ്ധമായ പുസ്തകമാണ് ടു ബാബിലോൺസ്. എത്രയോ നാളുകൾ റിസർച്ച് ചെയ്ത് ഇതിന്റെയൊക്കെ ഉത്ഭവം എവിടെയാണെന്നുള്ളത് റിസർച്ച് ചെയ്ത ഹിസ്ലൂപ്പൊക്കെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തി കൃത്യമായി നമുക്ക് വരച്ചു തരുന്നുണ്ട്. ഈ കത്തോലിക്ക സഭ പഠിപ്പിച്ചു വന്ന ഉപദേശങ്ങളെല്ലാം ബാബിലോൺ ഉപദേശത്തിന്റെ നിന്ന് കടന്നു വന്ന ഉപദേശങ്ങളായിരുന്നു.
ബാബിലോൺ മതത്തിന്റെ ഉപദേശങ്ങളാണ് ഇവിടെ കടന്നു വന്നെന്നുള്ളത്. ഈ ടു ബാബിലോൺസ് എന്ന ബുക്ക് എന്റെ കയ്യിലുണ്ട്. സ്കെച്ചസ് വരെ കൊടുത്തുകൊണ്ട് ആ കാര്യങ്ങള് അവരെ തെളിയിച്ചു തരുന്ന ഒരു മനോഹരമായ പുസ്തകമാണ് ടു ബാബിലോൺസ്. അവിടെ നമ്മൾ വായിച്ചു നോക്കിയാൽ നമ്മളെ അത്ഭുതപ്പെടുത്തും. ക്രിസ്ത്യ സമൂഹത്തിൽ ഇതൊക്കെ എങ്ങനെ കടന്നു വന്നു. ദ സാക്രിഫൈസ് ഓഫ് ദ മാസ്, നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ ബലി എന്നുള്ള ഉപദേശം കൊണ്ടുവന്നു. യേശുക്രിസ്തു പരമയാഗമായി ഒരിക്കൽ എന്നേക്കുമായി അവൻ കഴിച്ച യാഗം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലേ. തുടർമാനമായി ഇവരുടെ പുരോഹിതന്മാരും യാഗമർപ്പിക്കുവാൻ തുടങ്ങി. 850 AD 850 സ്പ്രിംഗ്ലിംഗ് ഓഫ് ഇൻഫൻസ്, കുഞ്ഞുങ്ങളെ വെള്ളം തളിച്ച് സ്നാനം കൊടുത്ത് അവരെ ക്രിസ്ത്യാനികളായി പ്രഖ്യാപിക്കുന്നത് AD 850. അന്ന് തന്നെയാണ് ഈ സഭയ്ക്കകത്ത് ഇന്നും റോമൻ കത്തോലിക്ക സഭയിൽ കടന്നു എന്നാൽ അറിയാം, ഹോളി വാട്ടർ, വിശുദ്ധ വെള്ളം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഞാനും 2-3 വർഷം കാത്തലിക് ബോർഡിങ്ങിൽ പഠിച്ചിരുന്നു. അന്ന് ഞങ്ങൾ റെഗുലറായിട്ട് കാത്തലിക് ചർച്ചിൽ കൊണ്ടുപോകുമായിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾ ഇത് കണ്ടിട്ടുണ്ട്, ഹോളി വാട്ടറിന്റെ പ്രാധാന്യതയൊക്കെ. ഈ ഹോളി വാട്ടറും ഒക്കെ സഭയ്ക്കകത്ത് കൊണ്ടുവരുന്നത് 850. ഇതിന്റെ ഉത്ഭവം ബാബിലോണിൽ നിന്നുള്ള ഉത്ഭവമാണ്. 995 മറിയയുടെ ആരാധനയും വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥനയും ആരംഭിക്കുന്നത്. 995 അതിന്റെ ഉത്ഭവം വളരെ വിശദമായിട്ട് പഠിക്കാൻ കഴിയുന്നു. ബാബിലോണിൽ നിന്ന് ഉത്ഭവിച്ച ആരാധനയാണ്. എന്നാൽ ഇന്ന് നമുക്കറിയാം നൊയമ്പിന്റെ ഒക്കെ സമയമാണ്, ലെന്റിന്റെ. ഈ നൊയമ്പ് എപ്പോഴാണ് തുടങ്ങിയെന്നറിയാമോ? വെള്ളിയാഴ്ചയുള്ള ഉപദേശവും ഈ നൊയമ്പും ആരംഭിച്ചത് 998. ക്രിസ്ത്യ സമൂഹത്തിന്റെ ആദ്യത്തെ 900 വർഷം, 1000 വർഷങ്ങളോളം ഈ ഉപദേശമില്ലായിരുന്നു. വെള്ളിയാഴ്ചയുള്ള ഉപവാസവും നൊയമ്പും തുടങ്ങുന്നത് 998. വിഗ്രഹങ്ങളെ ആരാധിക്കുകയും മറ്റും തുടങ്ങുന്നത് 786. പുരോഹിതന്മാർ വിവാഹത്തെ വിലക്കുവാൻ തുടങ്ങുന്നത്, സെലിബസി ഓഫ് പ്രീസ്റ്റ് തുടങ്ങുന്നത് 1079. 1079. ഇങ്ങനെ പോകുന്നു ഇവരുടെ പട്ടിക. മൊണാസ്റ്റിസിസം, ഈ വിവാഹം കഴിക്കാതെ താമസിക്കുന്ന കാര്യങ്ങള്, കുംഭസാരം, ഇമേജസ്, മെഴുകുതിരികള്, ഇങ്ങനെ വാസ്തവത്തിൽ ജാതീയ ആചാരങ്ങൾക്ക് ഒരു ക്രിസ്ത്യനൈസ്ഡ് നെയിം കൊടുത്തുകൊണ്ട്, ക്രിസ്ത്യ പേര് കൊടുത്തുകൊണ്ട് ക്രിസ്ത്യ സഭയ്ക്കകത്തോട്ട് കൊണ്ടുവരുമ്പോൾ ആ ഫുനീഷ്യൻ മതക്കാരത്തിയായിരുന്ന ഇസബേൽ ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ചെയ്ത അതേ കാര്യമാണ്. പുറജാതിക്കാരത്തിയായ ഇസബേല് ഫുനീഷ്യൻ മതത്തിന്റെ ഉപദേശവും യഹൂദന്റെ ഉപദേശവും ക്രിസ്ത്യ ഉപദേശവും കൂടെ കൂട്ടിക്കലർത്തി റോമൻ കത്തോലിക്ക സഭ ഒരു പുതിയ ഉപദേശം കൊണ്ടുവന്നത് ഇസബേൽ ചെയ്ത പോലെ തന്നെയാണ്. ജാതീയ ഉപദേശങ്ങളും യഹൂദന്റെ ഉപദേശങ്ങളും എല്ലാം കൂടെ കൂട്ടിക്കലർത്തി ഒരു പുതിയ മതത്തെ ഇസബേൽ കൊണ്ടുവന്നതിന്റെ കാര്യമാണ് കർത്താവായ യേശുക്രിസ്തു ഇവിടെ ചൂണ്ടി കാണിക്കുന്നത്. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞു, ഞങ്ങളാണ് വചനത്തെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ വായിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഒരു ഉപദേശം നീ കൊണ്ടുവന്നതായിട്ട് കർത്താവോട് പറയുമ്പോൾ ഇതാണ് അതിന്റെ ആശയം. എന്നാൽ അതിന്റെ 21-ാം വാക്യത്തില് വളരെ ശ്രദ്ധേയമായ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും. എന്നിട്ടെന്താ പറയുക? ദുർനടപ്പോട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ലേ. ദൈവം മാർട്ടിൻ ലൂതറെ എഴുന്നേൽപ്പിച്ചു. നമ്മൾ അടുത്ത ദൂതില് അത് വിശദമായിട്ട് ദൈവം വെച്ചാൽ പഠിക്കും. മാർട്ടിൻ ലൂതറിനെ എഴുന്നേൽപ്പിച്ച് വിശ്വാസ നീതീകരണത്തെക്കുറിച്ചും മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ദൈവം തന്റെ ദാസന്മാരെ എഴുന്നേൽപ്പിച്ചു. ഇറ്റലിയിൽ സമനറോളെ എഴുന്നേൽപ്പിച്ചു, വിക്ലിഫ് കാർണർ ഇംഗ്ലണ്ടില്, ജോൺ നോക്സ് എന്ന് പറയുന്ന ദൈവദാസനെ സ്കോട്ട്ലൻഡ്, മാർട്ടിൻ ലൂതറിനെ ജർമ്മനിയില്, സ്വിംഗ്ലി എന്ന് പറയുന്ന ദൈവദാസനെ സ്വിറ്റ്സർലൻഡില്, കാൽവിൻ എന്ന് പറയുന്ന ദൈവദാസനെ ഫ്രാൻസില്. ഈ സ്ഥലങ്ങളിലൊക്കെ ദൈവം തന്റെ ദാസന്മാരെ എഴുന്നേൽപ്പിച്ചു. അഗ്നിജാലയുള്ള നാവുകളോടെ ദൈവത്തിന്റെ വചനത്തെ ശക്തമായി പഠിപ്പിച്ചു, വിശ്വാസ നീതീകരണം പഠിപ്പിച്ചു. അവരെ പഠിപ്പിച്ച് അവരോട് ദൈവവചനം പ്രസംഗിച്ചിട്ടും ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചേ, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തു, എങ്കിലും അവൾക്ക് നുറുനനം പോയിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ലേ. എന്തുകൊണ്ടാണ് മാനസാന്തരപ്പെടുവാൻ മനസ്സില്ലാത്തത്? വാസ്തവത്തില് ഇതിന് ഒരു മത്തുണ്ട്. അത് വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇതിന്റെ പൂർത്തീകരണത്തെ കുറിച്ച് വായിക്കുമ്പോൾ
6-ാം വാക്യം, വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷിയുള്ള രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്ന ഞാൻ കണ്ടു. There is an intoxication in this system. ഇവിടെ ആ വാക്ക് നോക്കിയ 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ആ സ്ത്രീ എന്ന് പറയുന്ന ആ മതസിദ്ധാന്തത്തെ നമ്മുടെ മുന്നിൽ വരച്ചു തരുമ്പോൾ അവൾ മത്തുപിടിച്ചിരിക്കുന്നതായിട്ട് വായിക്കുന്നു. മത്തുപിടിച്ചിരിക്കുന്നവർക്ക് മാനസാന്തരപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. അവര് ആ മത്തിൽ അവർ സ്വാധീനിക്കപ്പെട്ടിരിക്കുകയാണ്. ആ മത്ത് അവരെ കടന്നു പിടിച്ചിരിക്കുകയാണ്. അവർക്ക് സുബോധം നഷ്ടപ്പെട്ടു പോയി മത്തിനകത്ത്. ഇതാണ് പൗലോസ് പറയുന്നത്, ദൈവം അവർക്ക് സുബോധം കൊടുക്കുമോ എന്ന് ഉള്ള ആഗ്രഹത്തോടും ആശയോടും കൂടി സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സാത്താനാൽ പിടിക്കപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ട ഇവർക്ക് സുബോധം ലഭിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ വലിയ ആഗ്രഹം പൗലോസ് രേഖപ്പെടുത്തുന്നു. ഇവിടെ നോക്കുക, ഇതിനൊരു മത്തുണ്ട്, ഇതിനൊരു ഇൻടോക്സിക്കേഷൻ ഉണ്ട്. നമുക്കറിയാം, ഇന്നും നമ്മൾ ഇങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇതിൽ നിന്ന് പുറത്തു വരുവാൻ അവരെ മടി കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ മത്താണ്. നമ്മൾ ഇതിൽ നിന്ന് ഇവർ മോചിപ്പിക്കപ്പെടണമെങ്കിൽ പ്രാർത്ഥന, സുവിശേഷം. സുവിശേഷം ഒരു മൈറ്റി വെപ്പണാണെന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടകളെ ഇടിക്കുന്ന ശക്തിയാണ് സുവിശേഷം. ആ സുവിശേഷം ശക്തമായ ഒരു ആയുധമാണ്. മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം പ്രാർത്ഥനയുടെ ഫലമായി ദൈവാത്മാവും ദൈവജനവും പ്രവർത്തിക്കുമ്പോൾ ശക്തമായ വിടുതലിന് ഇടയായി മാറുന്നു. ആ മത്തിൽ പിടിപെട്ട ആളുകൾ, രക്ഷപ്പെട്ടിട്ടുള്ളവർക്കറിയാം, തങ്ങൾ ഇന്ന് ഇതിൽ നിന്ന് പുറത്തു വന്നിട്ട് തിരിഞ്ഞു നോക്കി, അയ്യോ ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയുവാൻ അവർക്ക് എത്രയോ വകയുണ്ട്. തിരിഞ്ഞു നോക്കി, അയ്യോ ഞങ്ങള് എത്രയോ മത്തുപിടിച്ച് കിടന്നിരുന്നു, ഞങ്ങളെ വിടുവിച്ച വിടുതൽ എത്ര അത്ഭുതമാണ്. ദൈവം ഇന്നും ആളുകളെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. 4-ാമത് ഈ സഭയെക്കുറിച്ച് നോക്കിയാൽ, ഈ സഭ പെർസിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നു, ആളുകളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. നമ്മൾ ഓർച്ചുകൊണ്ടിരുന്ന പോലെ ഇവരുടെ അധികാരം വലിയ അധികാരമായിരുന്നു. ഈ റോമൻ സഭയുടെ അധികാരം വലിയ അധികാരമായിരുന്നു. അവരോട് കൂറുപുലർത്താത്ത, അവരോട് വാസ്തവത്തിൽ സത്യസന്ധത കാണിക്കാത്തവരെയൊക്കെ അവർ കൊന്നുകളഞ്ഞു. സഭയുടെ ചരിത്രം, ഡാർക്ക് ആൻഡ് മിഡിൽ ഏജ്, ഇത്ര ഭയങ്കരമായ പെർസിക്യൂഷൻ നടത്തിയിട്ടുള്ള ചരിത്രമാണ് നമുക്ക് സെക്യുലർ ഹിസ്റ്ററിയിൽ പോലും ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യം എക്സ്കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്നു, പിന്നെ ടോർച്ചറിങ് കൊണ്ടുവന്നു, അവസാനം ആളുകളെ കൊല്ലുവാനും തുടങ്ങി. സഭ അപ്പോൾ എത്രമാത്രം തെറ്റിപ്പോയെന്നുള്ളത് നമുക്കിവിടെ ശ്രദ്ധിപ്പാനായിട്ട് സാധിക്കും. കർത്താവ് ഈ ദൂത് പറയുമ്പോൾ ഒരു റെമനന്റ് ഇത് ഇങ്ങനെ തന്നെ നിൽക്കും, ഇതിന്റെ മധ്യത്തിൽ ഒരു ശേഷിപ്പ് മാത്രമേ കാണൂ. 24-ാം വാക്യം നോക്കിയേ, എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയുമ്പോൾ സാധാരണങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും ത്വയതേരയിലെ ശേഷം പേരോട് എ റെമനന്റ്, ഒരു ശേഷം പേര്, ഒരല്പജനം എന്ന് പറയുമ്പോൾ മെജോറിറ്റി ഓണ്ട് അക്സെപ്റ്റ് ഹിസ് ടീച്ചിങ്. ഏറിയ പങ്കും താൻ പഠിപ്പിക്കുന്നത് അംഗീകരിക്കില്ല. കർത്താവിനറിയാം, താൻ ഈ പറയുന്നത് ഏറിയ പങ്കും അംഗീകരിക്കില്ല. ഒരു ചെറിയ മൈനോറിറ്റി മാത്രമേ അത് അംഗീകരിക്കുകയുള്ളൂ. കർത്താവ് അവരോട് പറയുന്ന വാക്കാണ് 25-ാം വാക്യം, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചോൾവീൻ. ഇതിന്റെ മധ്യത്തിൽ വിശ്വസ്തരായി പാർക്കുന്ന ഒരു ചെറിയ സമൂഹമുണ്ടായിരുന്നു. ഇവർക്ക് കീഴ്പ്പെടാതെ, ഇവരുടെ ഉപദേശങ്ങൾ കൈക്കൊള്ളാതെ കർത്താവിനോട് വിശ്വസ്തത പുലർത്തിയ ഒരു ചെറിയ സമൂഹം ചരിത്രത്തിൽ അന്നും ഉണ്ടായിരുന്നു. ബാലന് മുട്ടുകുത്താത്ത 7000 പേരെ ദൈവം ശേഷിപ്പിച്ചതുപോലെ ഇവിടെയും ദൈവം അവരെ ശേഷിപ്പിച്ചിരുന്നു. കർത്താവ് അവരെ അറിയുന്നു. കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുക, ഹോൾഡ് ഫാസ്റ്റ് ടിൽ ഐ കം. ഞാൻ വരുന്നത് വരെ അത് പിടിച്ചോളുവാനായിട്ട് പറയുമ്പോൾ വാസ്തവത്തിൽ ഇവരെ മറ്റധികം ഉപദേശമൊന്നും കൈക്കൊണ്ടില്ല. എന്നാൽ കർത്താവരോട് പറയുന്നു, ഞാൻ വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല, ഞാൻ ഇനിയൊരു ഭാരം, വേറൊരു ഭാരം നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. സഭ അധികം റിക്കവറി ചെയ്തിട്ടില്ലേ? സഭ വിശ്വാസത്താൽ നീതീകരണം മനസ്സിലായി. സഭയുടെ ഉപദേശങ്ങളൊന്നും വാസ്തവത്തിൽ അവർക്ക് പൂർണ്ണമായി അംഗീകരിക്കാനോ മനസ്സിലാക്കുവാനോ സാധിച്ചില്ലേ? കർത്താവ് പറയുന്നു, ഞാൻ വേറെ ഒരു ഭാരം നിന്റെ മേൽ ഇപ്പോൾ വെക്കുന്നില്ല, നിനക്കുള്ളത് നീ പിടിച്ചുകൊള്ളുക. അല്ലാത്തവരോട് കർത്താവ് പറഞ്ഞു, ഞാൻ വലിയ 22-ാം വാക്യം വലിയ കഷ്ടതയിൽ ആക്കിക്കളയും. അത് ഈ ലോകത്തിൽ വരുവാനുള്ള വലിയ കഷ്ടത. മത്തായി 24:21 യേശുക്രിസ്തു പറഞ്ഞു, ലോകാരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്ന് സംഭവിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ഓർക്കുക,
യേശുക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് തന്റെ ജനത്തെ ചേർത്ത് കഴിയുമ്പോഴും ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ ഈ സഭ ഇവിടെ കൈവിടപ്പെട്ടിരിക്കും. അവർ വലിയ കഷ്ടത്തിൽ അന്തിക്രിസ്തുവിന്റെ പീഡന കാലഘട്ടത്തിലേക്ക് മാറ്റപ്പെടും. അതാണ് വെളിപാട് ദിവസം 17-ാം അധ്യായത്തിൽ അവർ വീണ്ടും അധികാരത്തിലേക്ക് വരും. ഞാൻ എന്റെ കേൾവിക്കാരോട് വീണ്ടും ഓർപ്പിക്കട്ടെ, യൂറോപ്പിന്റെ റൂട്ടുകൾ പഠിച്ചാൽ, യൂറോപ്പിന്റെ വേരുകളെ പഠിച്ചു നോക്കിയാൽ യൂറോപ്പ് കാത്തലിക് റൂട്ട്സ് ഉള്ളതാണ്. ലോകത്തിലാകെ പ്രൊട്ടസ്റ്റന്റ് റൂട്ടുള്ള കൺട്രി അമേരിക്ക മാത്രമേ ഉള്ളൂ. അമേരിക്ക മാത്രമാണ് ലോകത്തിലുള്ള ഏക പ്രൊട്ടസ്റ്റന്റ് കൺട്രി. യൂറോപ്പ് മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർക്കുള്ള റൂട്ടുകൾ മുഴുവൻ കാത്തലിക് റൂട്ടാണ്. വെളിപാട് ദിവസം 17-ാം അധ്യായം ദൈവം അനുവദിച്ചാൽ അന്ന് ആ പ്രൊഫറ്റിക്കൽ ആംഗിള് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അവിടെ നോക്കുക, വീണ്ടും ഈ കാത്തലിക് റൂട്ടുകൾ റിവൈവ്ഡായി മാറിയിട്ട് ഈ കാത്തലിക് മതവും അന്തിക്രിസ്തുവിന്റെ ഭരണവും കൂടെ ഒന്നിച്ച് ഭരിക്കുന്ന ചിത്രമാണ്. മൃഗവും മൃഗത്തിന് മേൽ ആ പൊൻപാത്രം പിടിച്ചുകൊണ്ട് മഹിതയാം ബാബിലോൺ എന്ന് പേരുള്ള ആ വേശ്യ നിയന്ത്രിക്കുന്ന ചിത്രം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇന്നത്തെ കാത്തലിക് പോപ്പ് യൂറോപ്പിലുടനീളം യാത്ര ചെയ്ത് വീണ്ടും അതിന്റെ റൂട്ടിനെ അദ്ദേഹം തട്ടി ഉണർത്തി കഴിഞ്ഞു. വീണ്ടും യൂറോപ്പിനെ തട്ടി ഉണർത്തി കഴിഞ്ഞ ഒരു ദിവസമാണ് നമ്മൾ ജീവിക്കുന്നത്. അന്തിക്രിസ്തു എഴുന്നേറ്റവരുടെ ഭരണകൂടം ലോകത്തിൽ ആവിർഭവിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മതസിദ്ധാന്തവും വീണ്ടും കാത്തലിസിസത്തിന്റെ റൂട്ടുകളും ഉണർന്നു കഴിഞ്ഞു. നമ്മളെ വീണ്ടും അവസാന ദിവസങ്ങളിൽ വന്നു എന്നുള്ളതിന്റെ വേറെ ഒരു ചിത്രമാണ് യൂറോപ്പിലോട്ട് നോക്കിയാൽ ഈ മതസംഹിതയുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. വൃദ്ധനായ ഈ പോപ്പ് യൂറോപ്പിൽ സഞ്ചരിച്ച് യൂറോപ്പിനെ ഉണർത്തിക്കുന്ന ചിത്രം കാണുമ്പോൾ നമ്മൾ വീണ്ടും ഓർക്കണം, അവർ ദൈവസഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോഴും ഇവിടെ നിലനിൽക്കും. അതാണ് വെളിപാട് ദിവസം 17-ാം അധ്യായത്തിന്റെ വിഷയം. അവർ ലോകത്തിൽ വീണ്ടും വലിയ അധികാരത്തിലേക്ക് വരും. ഈ സഭ എന്നും അധികാരത്തിന് വേണ്ടിയാണ് ആഗ്രഹിച്ചത്. അതിന് കീഴ്പ്പെടാത്ത ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അവരോട് കർത്താവ് പറയുന്നതും, ഞാൻ നിങ്ങൾക്ക് അധികാരം തരാം. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ സങ്കീർത്തനങ്ങൾ 2 എടുത്താൽ കർത്താവ് അനുഭവിച്ച അതേ അനുഭവമാണ് ഈ ഓവർകമേഴ്സ് അല്ലെങ്കിൽ വിജയാളികൾ വാസ്തവത്തിൽ കൊണ്ടാടുന്നതെന്നുള്ള ചിന്തിക്കാൻ സാധിക്കും. സങ്കീർത്തനങ്ങൾ 2 കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനമാണ്. നോക്കി അതിന്റെ 6-ാം വാക്യം, എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിച്ചു, യഹോവയോട് അരുളിച്ചത്, നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. നീ എന്നോട് ചോദിച്ചോളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും. ഐ വിൽ ഗിവ് യു നേഷൻസ് എന്നാണ് അവിടെ ഇംഗ്ലീഷ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭൂമിയുടെ അറ്റങ്ങളെയും ഞാൻ നിനക്ക് കൈവശമായും തരും. കർത്താവായ യേശുക്രിസ്തുവിന് പിതാവായ ദൈവം ലോകത്തിന്റെ അധികാരം ഹാൻഡ് ഓവർ ചെയ്യുന്ന ചിത്രമാണ്. നമ്മൾ മറക്കരുത്, മത്തായി 4:8-9 വായിക്കുമ്പോൾ, മത്തായി 4:8-9 വാക്യം, സാത്താൻ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എന്നെ വീണൊന്ന് നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്നോട് ചോദിക്കുക, ഞാൻ രാജ്യങ്ങളെ നിനക്ക് തരും. അവൻ ഈ ഭൂമിയുടെ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അവനൊരു ക്രൂശുണ്ടായിരുന്നു, വേദനയുടെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതിലവൻ വിശ്വസ്തനായി ക്രൂശ് അനുഭവിച്ചു. പിതാവ് ലോകരാജ്യങ്ങളെ അവന്റെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് അവനോട് പറഞ്ഞു, നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക, നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക എന്നുവരെയാണ്. ജാതികൾ നിന്റെ പാദപീഠമാകുവോളും, 110-ാം സങ്കീർത്തനത്തിൽ ജാതികൾ നിന്റെ പാദപീഠമാകുവോളും നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. നീ എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി തരും. ഈ സഭയുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഓവർകമേഴ്സ്, വിജയാളികൾ. നോക്കുക, ലോകത്തിന്റെ പ്രതാപത്തിനും ലോകത്തിന്റെ മഹത്വത്തിനും ലോകത്തിന്റെ പേരിനും തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ യേശുക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തിയ ആ ജനങ്ങൾക്കും കർത്താവ് കൊടുക്കുന്ന വാഗ്ദത്തം 26-27 വാക്യം, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ. എന്റെ പിതാവ് എനിക്ക് തന്നത് എങ്ങനെയാണ്? ക്രൂശിൽ വേദനയുടെ അനുഭവത്തിന്റെ ശേഷം. നീ ജാതികളെ എന്നോട് ചോദിക്കുക, നേഷൻസിനെ ഞാൻ നിനക്ക് തരും, ഭൂമിയുടെ അറ്റം വരെ അധികാരം തരും. കർത്താവ് തന്നോട് വിശ്വസ്തത കാണിച്ചവരോടും പറഞ്ഞു, നിങ്ങൾക്കും ഒരു ക്രൂശുണ്ട്, നിങ്ങൾക്കൊരു വേദനയുടെ അനുഭവമുണ്ട്.
നിങ്ങളത് കഴിയുമ്പോൾ എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇരുമ്പുകൾ കൊണ്ട് കർത്താവ് ഭരണം നടത്തുന്നത് 1000 ആണ്ട് വാഴ്ചയിലാണ്. അധികാരം പ്രയോഗിക്കുന്ന കർത്താവ് ആ അധികാരം ഉപയോഗിച്ച് 1000 ആണ്ട് വാഴ്ചയിൽ ഭരണം നടത്തുമ്പോൾ ജാതികൾ, രാഷ്ട്രങ്ങളെല്ലാം അവൻ അമരുന്നു. അതുപോലെ തന്നെ ഇന്നെന്നോട് വിശ്വസ്തത പാലിക്കുന്ന നിങ്ങൾക്ക് ഞാൻ അധികാരം തരും. അത് മാത്രമല്ല, ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാതെ പറയട്ടെ. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം പുതിയ ഭൂമി കടന്നു വരും. പുതിയ ഭൂമി എത്ര നാള് നിലനിൽക്കുന്നുള്ളതല്ല, നിത്യമായി നിലനിൽക്കുന്ന ഒരു കാലയളവാണ്. എന്നാൽ ജനനമുണ്ട്, മരണമില്ല. ജനങ്ങൾ പെറ്റുവരികയും അവർ വാസ്തവത്തിൽ ഈ ഭൂമിയെ നിറയ്ക്കുമ്പോൾ അവർക്ക് നക്ഷത്രങ്ങളിലേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം വേദപണ്ഡിതന്മാരുണ്ട്. അന്ന് കർത്താവ് ജനത്തോട്, ഇന്ന് വിശ്വസ്തരായിരിക്കുന്നവരോട് വാക്ക് പറഞ്ഞു, ഞാൻ അവൻ ഉദയ നക്ഷത്രവും കൊടുക്കും. മോർണിംഗ് സ്റ്റാർ ടു. വിശ്വസ്തരായി പാർക്കാം. ലോകത്തിന്റെ മഹത്വം, ലോകത്തിന്റെ പ്രതാപവുമല്ല, യേശുക്രിസ്തുവിന്റെ വാക്കാണ്. അവൻ എത്രയോ കരുണയുള്ളവനായി ദൈവസഭയ്ക്ക് സംഭവിക്കുന്ന പരാജയങ്ങളെ വ്യക്തമായി കർത്താവ് നമുക്ക് വരച്ചു തരുമ്പോൾ നാം അത് മനസ്സിലാക്കി നമ്മളെ തന്നെ തിരുത്തി ആ വിളക്കിൽ കൂടുതൽ പ്രകാശിതമായി അവനോട് വിശ്വസ്തത പുലർത്താം. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.